നമ്മുടെ ജില്ലയിൽ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 2642 സ്ക്വയർ കിലോമീറ്ററാണ് ജില്ലയുടെ വിസ്തീർണം. അതിന് 1385 സ്ക്വയർ കിലോമീറ്ററും സംരക്ഷണ വനമേഖലയാണ്. ഈ ജില്ലയിൽ 12 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർക്ക് താമസിക്കാൻ 1267 സ്ക്വയർ കിലോമീറ്റർ വസ്തു മാത്രമേ ഉള്ളൂ. വനത്തിനേക്കാൾ കുറവാണ് നമ്മുടെ നാടിന്റെ ജനങ്ങൾക്ക് താമസിക്കുന്ന പ്രദേശം. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, വനത്തിൽ വന്യജീവികൾ അവര് അവിടെ ജീവിക്കട്ടെ, അതിന് ഞാൻ പ്രശ്നമൊന്നും. പക്ഷേ നാട്ടിലിറങ്ങാൻ പറ്റത്തില്ല. നാട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്, ജനങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ളതാണ്. നാട്ടിലിറങ്ങുന്ന എല്ലാ വന്യജീവികളെയും നാട്ടുകാർ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേസൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവിടെ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിച്ചേ മതിയാവും. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താണ്? അവിടെ തന്നെ ആന മരിച്ചെന്നു, ആന ചത്ത്. ആനയെന്തോ ചരിയുന്നേ, ആന ചത്ത്, പട്ടി ചത്തെന്ന് പറയുന്നോട് ആന ചത്ത്. അതിനപ്പുറത്ത് എന്തോ ആനയ്ക്കുന്ന പ്രത്യേകത. പട്ടിയും നമ്മുടെ നാട്ടിൽ പിള്ളേർ റോഡിലൂടെ നടക്കാൻ കഴിയത്തില്ല. പിള്ളേരെ പട്ടിയെ പേടിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ കഴിയില്ല, അംഗനവാടി വിടാൻ കഴിയത്തില്ല. ആന വീട്ടിൽ നിൽക്കാന്നേ, നേരം വീട്ടിൽ കളി തുറന്ന് നോക്കുമ്പോൾ വീട്ടിൽ ആന നിൽക്കുക. എന്താ പറയുക? അവിടെ പമ്പാവാലിയിൽ നേരം വെളുത്തപ്പോ ഒരാൾ വീട്ടിലെ മുറ്റത്തോട് ഇറങ്ങിയ ആളിനെയാണ് ഭാര്യയുടെ മുന്നേ വെച്ചാണ് ആന എവിടെ കൊന്നത്. എന്തേ? അതിന് വികാരമില്ലേ? ഭാര്യയ്ക്ക് വികാരമില്ലേ? അവരുടെ ബന്ധുക്കാർക്ക് വികാരമില്ലേ? നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് വന്യജീവികൾക്കുള്ള സംരക്ഷണമാണ്. 1972 വനം വന്യജീവി ആക്ട് വന്നത്. അതിനുശേഷം ഭേദഗതി ചെയ്തത് മനുഷ്യർക്ക് അനുകൂലമായിട്ടല്ല. അത് കുറെ കൂടി കാഠിന്യമായ നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത് കോൺഗ്രസ് BJP. ഇത് ഭേദഗതി ചെയ്തേ മതിയാവൂ. ലോകത്ത് ഇത്രയും അപരിഷ്കൃതമായ ഒരു രാജ്യം നമ്മുടേതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നം? ലോകത്ത് മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ കണക്കെടുക്കും. ആ കണക്കെടുത്തിട്ട് ഓരോ വർഷവും അതിൽ കൂടുതൽ അവർക്കൊരു ആ വനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വന്യമൃഗങ്ങളെ മാത്രമേ ആ വനത്തിൽ താമസിക്കാൻ, ആ വനത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതിനെ ഗവൺമെന്റ് തന്നെയാണ് വെടിവെച്ചു വിടുന്നത്. എന്താ ഇവിടെ വനത്തിൽ ഈ മൃഗങ്ങൾ പെറ്റുപെരുകയല്ലേ? അവർ നാട്ടിലിറങ്ങുന്നു. എന്നിട്ട് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഈ പെറ്റുപെരുകുന്ന ആനയെയും കടുവയെയും പുലിയെയും അതുപോലെ കുരങ്ങ്. മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? മുഴുവൻ കഴിഞ്ഞ ദിവസം പറയുന്നൊരു വീട്ടിലെ മുഴുവൻ തുണിയും, പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൃഷ്ണനാണ്, സ്ത്രീകളുടെ തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ എന്താ, കുരങ്ങ് വന്ന് അലക്കിയിട്ട് നനച്ചിട്ടിരുന്ന മുഴുവൻ തുണിയുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുരങ്ങ് തുണി പറങ്ങിക്കൊണ്ട് പോവാം. തുണി മുഴുവൻ നനച്ചിട്ടേക്കുന്ന തുണി മുഴുവൻ, അപ്സ്റ്റേറിട്ടേക്കുന്ന തുണി മുഴുവൻ എടുത്തോണ്ട് പോകുന്നു, വലിച്ചോണ്ട് പോകുന്നു. തെങ്ങേ കയറി തേങ്ങ, നാളികേരമെല്ലാം കരിക്കുമെല്ലാം വലിച്ചു കളയുക. വരുക മയിലാണെങ്കിൽ അതിനെക്കാട്ടി പറഞ്ഞോ ഒന്നും കൃഷി ചെയ്യാൻ കഴിയത്തില്ല. മുറ്റത്തൊന്നും കൃഷി ചെയ്യാൻ കഴിയത്തില്ല. പയറും വെണ്ടയും അതെല്ലാം കുത്തി എല്ലാം നശിപ്പിക്കുകയാണ്. എന്ത് വേണം? നാട്ടുകാരെ മനുഷ്യരെങ്ങനെ ജീവിക്കണം? മയിലിന്റെ പ്രശ്നം കൃഷി ചെയ്യാൻ സമ്മതിക്കത്തില്ല. കുരങ്ങാണെങ്കിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആന നാട്ടിലിറങ്ങി വാഴയല്ല. നിങ്ങൾ കാണണം, നിങ്ങൾ പോയില്ലേ ആ കുളത്തുമണ്ണ പ്രദേശത്ത് കൃഷി ചെയ്ത കൃഷിക്കാരന്റെ വേദന? അവൻ കുഞ്ഞുങ്ങളെ പോറ്റുന്ന പോലല്ലേ കൃഷിക്കാരൻ കുഞ്ഞുങ്ങളെ പോറ്റുന്ന പോലെയാണ് കൃഷി നടത്തുന്നത്. അവൻ രാവിലെ പോയി വാഴ വളരുന്നു എന്ന് നോക്കുന്നു. അങ്ങനെ അവന്റെ കൃഷിയെല്ലാം വളരുന്നുവെന്ന് അവൻ എത്ര സ്നേഹ വാത്സല്യത്തോടാണ് കൃഷിയെ കാണുന്നത്.
അതെല്ലാം ഒരു ദിവസം ആന ഇറങ്ങി നശിപ്പിച്ച് കളയുക, പന്നി എല്ലാം നശിപ്പിച്ച് കളയുക. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ? വീട്ടിന്റെ മുറ്റത്ത് കഥ തുറന്ന മുറ്റത്ത് ആന നിൽക്കുക. എന്തൊരവസ്ഥയാണ് ഈ നാട്! വല്ലാത്തൊരവസ്ഥയല്ലേ ഇത്? ഇതിന് പരിഹാരം ഉണ്ടായല്ലോ മതി പറ്റുള്ളൂ. അതിൽ എം എൽ എ എന്താ ചെയ്ത്? അവിടെ ആന കത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഫോറസ്റ്റുകാർ അറിഞ്ഞില്ല. അവരുടെ ജോലി എന്താ? എന്നിട്ടെന്താ 4-5 ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് 6-7 ബംഗാളികളെ പിടിച്ചുകൊണ്ട് പാവപ്പെട്ടവരല്ലേ? അതിൽ ഒരാളുടെ ഭാര്യ ഗർഭിണിയാണ്, തമിഴ്നാട്ടുകാരന്റെ. പിടിച്ചോണ്ട് പോയി അവനെ അടിച്ചു. അതിന് പോലീസ് കേസെടുക്കണം. വളരെ വ്യക്തമായിട്ട് ഫോറസ്റ്റുകാരുടെ പേരിൽ ആ പാവം പിടിച്ച തൊഴിലാളിയെ കൊണ്ടുപോയി മർദ്ദിച്ചതിന് കേസെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടി വരും. ഫോറസ്റ്റുകാർക്ക് നാട്ടില് അവർക്ക് മരത്തിന്റെ അകത്തുള്ള നിയമങ്ങളേ ഉള്ളൂ. നാട്ടിൽ പോലീസാ നോക്കേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധമില്ല. അതാണ് പ്രശ്നം. പോലീസ് ആദ്യം പോട്ടെ, നാട്ടിലാ പോലീസ് സ്റ്റേഷൻ, നാട്ടുകാരും ജനങ്ങളും ഒക്കെ ഇടപെടും. ഇതെന്താന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ടൊരു ബന്ധവുമില്ല ഇവർക്ക് ആകെ ഉള്ള ഈ കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള. നമ്മളിപ്പം ആരുടെ കൂടെയാണോ താമസിക്കുന്നത് അവരുടെ സ്വഭാവം നമുക്കുണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനാ ഇവർക്ക് ഈ കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വഭാവം തന്നെ മൃഗങ്ങളുടെ പോത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്.